നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വിശ്വാസം അന്ധവിശ്വാസമായാൽ പിന്നെ മനുഷ്യരെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ സ്വന്തം കുഞ്ഞെന്നോ പോലും ഉണ്ടാവില്ല. ഒരു നിമിഷം മതി ജീവനെടുക്കാൻ. മുൻപും കേരളം നരബലിയുടെ ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലൊരു വാർത്തയാണ് 2 ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത്. ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ നടക്കുന്നത് സാക്ഷരതയിൽ നമ്പർ 1 എന്ന് നമ്മൾ വാഴ്ത്തുന്ന കേരളത്തിലാണ്. കട്ടപ്പനയിൽ കൊല്ലപ്പെട്ട വിജയന്റെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസം മുതലെടുത്ത് വീട്ടിൽ കയറി കൂടിയ നിതീഷ് പിന്നെ ക്രൂരതയുടെ ഒരു പര്യായമായി മാറുകയായിരുന്നു. വിജയന്റെ മകളുടെ കൈക്കുള്ള ബുദ്ധിമുട്ട് പൂജയിലൂടെ മാറ്റാമെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ആ കുടുംബത്തിലേക്ക് എത്തിയത്. പിന്നീട് ആഭിചാരവും അന്ധവിശ്വാസവും നിറച്ച് ആ കുടുംബത്തിന്റെ തന്റെ അടിമകളാക്കി മാറ്റി. താൻ പറയുന്നത് എന്തും ചെയ്യുന്ന കുടുംബം. നിതീഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ജീവിത രീതി വരെ മാറ്റി. ബന്ധുക്കളെ അകറ്റി, നാട് വിട്ടു. ഇവരെ കാണാതായെന്ന് വ്യക്തമാക്കി ഒരു ഘട്ടത്തിൽ വിജയന്റെ സഹോദരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നതാണ് വസ്തുത. വാടക വീടുകൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയതോടെ ബന്ധുക്കളും ആശങ്കയിലായിരുന്നു. ഇതായിരുന്നു പോലീസ് പരാതിക്ക് ആധാരം. കാഞ്ചിയാർ പഞ്ചായത്തിലെ കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണുവിന്റെ പിതാവ് NG വിജയൻ, വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെയാണ് നിതീഷ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത്. വിഷ്ണു അടക്കമുള്ളവർ ഇതിന് കൂട്ടുനിന്നു. ഭർത്താവിനെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തി കുഴിച്ചുമൂടാൻ ഭാര്യയും കൂടെ നിന്നു. ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നിതീഷിനൊപ്പം വിജയനും കൂടി. അപ്പൂപ്പനും നിതീഷിനെ അന്ധമായി വിശ്വസിച്ചിരുന്നു. ഒടുവിൽ അയാളെയും കൊന്നു തള്ളി. വിജയനെ കുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന വീടിന്റെ തറ പോലീസ് പൊളിച്ചു പരിശോധിക്കും. വിജയന്റെ മകളിൽ നിതീഷിനുണ്ടായ ആൺകുഞ്ഞിനെ 2016 ജൂലൈയിലാണ് കൊലപ്പെടുത്തിയത്. നിതീഷും കുട്ടിയുടെ മാതാവായ യുവതിയും വിവാഹിതരല്ല. നവജാത ശിശുവിന്റെ മൃതദേഹം കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഈ കേസിൽ വിജയനും മകൻ വിഷ്ണുവും പ്രതികളാണ്. വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റിയത്. മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിക്കുമെന്നും വിശ്വസിപ്പിച്ചു. പൂജകളിലും മറ്റുള്ള ചെറിയ അറിവും അന്ധവിശ്വാസവും നിതീഷ് തുണയാക്കി. വിജയന്റെയും കുടുംബത്തിന്റെയും വീടും സ്ഥലവും വൻതുകയ്ക്ക് വിറ്റ് ആ പണവും കൈക്കലാക്കി. അതിനുശേഷം വിഷ്ണുവുമായി മോഷണത്തിനും നിതീഷ് ഇറങ്ങി. ഈ മോഷണമാണ് ഇവരെ പോലീസിന് മുന്നിലെത്തിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന മറ്റൊരു വീടിന്റെ തൊഴുത്തിലും പരിശോധനയുണ്ടാകും. കൊല്ലപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണു, അമ്മ സുമ എന്നിവരെയും കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കുഞ്ഞിനെ നിതീഷ് തൂവാല കൊണ്ട് ശ്വാസം മുട്ടിച്ചെന്നും വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് മൊഴിയുള്ളത്. ആഭിചാര കൊലപാതകമെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 4 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഗന്ധർവന് കൊടുക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊന്നെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. കുഞ്ഞിനെ സാഗര ജംഗ്ഷനിലുള്ള വീട്ടിൽ കുഴിച്ചിട്ടു. ഏതാനും വർഷം മുൻപാണ് ഇത് നടന്നത്. വിഷ്ണുവിന്റെ സഹോദരിക്ക് നിതീഷുമായുള്ള ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് ഇതെന്നാണ് സൂചന. പിന്നീട് വീട് വിറ്റ് ഇവർ കാഞ്ചിയാറിലെ വാടക കെട്ടിടത്തിലേക്ക് മാറി. മാസങ്ങൾക്ക് മുൻപ് വിഷ്ണുവിന്റെ അച്ഛനെ കൊന്ന് താമസിച്ചിരുന്ന വാടക വീടിന്റെ തറ കുഴിച്ച് മൃതദേഹം മൂടി കോൺക്രീറ്റ് ചെയ്തു എന്നാണ് സൂചന. 2016 നടന്ന സംഭവമായതിനാൽ കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്ന സംശയവും പോലീസിനുണ്ട്. ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയെന്ന് കരുതുന്ന നിതീഷിനെ ഞായറാഴ്ച 1:30 വരെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. വിഷ്ണു മോഷണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലാണ്. മാർച്ച് 2 കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തുന്നതിനിടെയാണ് വിഷ്ണുവും സുഹൃത്ത് നിതീഷും പോലീസ് പിടിയിലായത്. പുലർച്ചെ വർക്ക്ഷോപ്പിനുള്ളിൽ കയറിയ ഇവരെ ഉടമയുടെ മകൻ പിടികൂടുകയായിരുന്നു. ഏതായാലും സംഭവം വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്യുകയാണ്. ഇനി കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുമോ? കുഴിച്ചിട്ടെന്ന് പറയപ്പെടുന്ന മൃതദേഹങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരൂ.